നല്ല നാടൻ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയാലോ. അതിനായിട്ട് മാമ്പഴത്തിൻ്റെ തോല് കളഞ്ഞെടുക്കാം. തോല് കളഞ്ഞ് ചട്ടിയിൽ വെച്ച മാമ്പഴത്തിലോട്ട് മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളമൊഴിക്കാം. വെള്ളമൊഴിച്ച് മാമ്പഴം അതിലോട്ട് കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർക്കാം. എന്നിട്ട് അത് അടുപ്പത്ത് വെച്ച് ഒരു ചെറിയ തിള വരുമ്പോൾ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര ചേർക്കാം. മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് മാത്രം നോക്കി മാത്രം എന്ത് ചെയ്യുക, ശർക്കര ചേർക്കാം. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലോട്ട് തേങ്ങയും ജീരകവും, ഞാൻ എടുത്തിട്ടുള്ളത് ചീനമുളകാണ്, അതും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് ചേർക്കാം. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലോട്ട് തൈരും ചേർത്ത് കഴിഞ്ഞാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഒരു ചെറിയ തിള വരുമ്പോൾ കറി നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. എന്നിട്ട് അതിലോട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണയിൽ കടുകും മുളകും വറുത്തിട്ടിട്ട് അതും കൂടെ ചേർക്കാം. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.